പക്കാരാ, നീ വല്ലപ്പോഴും കള്ളിന്റെ കുപ്പി, വിസ്കിയുടെ കുപ്പി, ബ്രാൻഡിയുടെ കുപ്പി, അതേ ലഹരിയുടെ പാത്രം നിന്റെ കയ്യിലേക്ക് വരുന്നുവെങ്കിൽ നീ ഒന്ന് ശരിക്കൊന്നിരുന്ന് ചിന്തിക്കൂ. ഞാൻ എന്റെ വകയിൽ പറയുകയല്ല. ഈ പറഞ്ഞ അബൂജഹല്, ആ അബൂജഹല് നരകത്തിൽ കടന്നിട്ട് ആ അബൂജഹലിന്റെ ശരീരം പൊള്ളിപ്പൊക്കിള പൊങ്ങി ശരീരത്തിൽ നിന്ന് നീരും ചലവുമൊലിക്കുമ്പോ സംശയമുണ്ടോ നിനക്ക്? ഇവിടെയുള്ള തീ കൊണ്ട് പൊള്ളിയാൽ തന്നെ ശരീരം അതാ പൊക്കിള പൊങ്ങിയിട്ട് നീരൊലിക്കുന്നില്ലേ, ചലമൊലിക്കുന്നില്ലേ? എന്നാൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിന്റെ തീ. ആഹുവേ, സാധുക്കളായ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. നിന്റെ നരകം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ ഉമ്മബാപ്പമാരെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഞങ്ങളെ സ്നേഹിച്ച ഒരൊറ്റ മുഅ്മിനീനെയും മുഅ്മിനാത്തുകളിൽ ഒരു പെണ്ണിനെയും നീ ശിക്ഷിക്കരുത് അല്ലാഹ്. ചെറുപ്പക്കാരാ, ജഹന്നമ് ചെറിയ വിഷയമല്ല. അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്, നരകത്തിലേറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്ന ആൾ അബൂ താലിബാണെന്ന് ഹദീസിലുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ശിക്ഷ? അദ്ദേഹത്തിന് 2 ഷൂ ആണ്, 2 ചെരിപ്പാണ്. ആ 2 ചെരിപ്പ് അദ്ദേഹത്തിനങ്ങ് കൊടുക്കുമ്പോ, അദ്ദേഹം ചെരിപ്പങ്ങ് ധരിക്കുമ്പോ, നരകത്തിന്റെ തീക്കട്ട കൊണ്ടുള്ള ചെരിപ്പ് ധരിക്കുമ്പോ അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ചു പറഞ്ഞുപോയി. വെറും ചെരിപ്പ് ധരിച്ചതേ ഉള്ളൂ, നരകത്തിലെ 2 ചെരിപ്പ് ഓരോ കാലിലും ധരിക്കുമ്പോൾ തലച്ചോറ് തിളച്ചു പറഞ്ഞുപോയി. ആ നരകാഗ്നിയിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്ന അബൂജഹലും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിരോധി ഫിർഔനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിരോധി നമ്രൂദും ഖാറൂനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ആലിമീങ്ങളുടെയും സാലിഹീകളുടെയും വിരോധികൾ നരകത്തിൽ നിന്ന് തീ പൊള്ളിയിട്ട് പൊക്കിള പൊങ്ങി ശരീരം പഴുത്തിട്ട് ചലവിങ്ങനെ ചാലി വെച്ച് വലിക്കുമ്പോൾ, ചെറുപ്പക്കാരാ, നീയൊന്ന് ചിന്തിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മൻ ശരിബ മുസ്കിറൻ, വല്ലവരും ലഹരിയുള്ളത് വല്ലതും കുടിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ അല്ലാഹു തആല ഏറ്റെടുത്തൊരു കാര്യമുണ്ട്. അതെന്താണ്? അയ്യസ്തിയഹു മിൻ തീനത്തിൽ ഖബാൽ, അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്തിന്റെ ചോദ്യം, വമാ തീനത്തുൽ ഖബാൽ, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത്? അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട്, നൂറുൻ നുബുവത്തിന്റെ വാക്കല്ലേ, കളവ് അവിടുത്തെ നാവില് വരില്ലല്ലോ, അവിടുന്ന് താക്കീത് ചെയ്ത് സംഭവിക്കാതിരിക്കില്ലല്ലോ. അവിടുന്ന് പറയുന്നു തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത് അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകക്കാരായ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, നമ്രൂദ്, ഫിർഔൻ തുടങ്ങിയ കക്ഷികൾ അവരെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന നീരാണ്, അവരെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചലമാണ് തീനത്തുൽ ഖബാൽ. അത് ലഹരി കുടിക്കുന്നവരെ അല്ലാഹ് കുടിപ്പിക്കാതിരിക്കൂല. ഓ സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളെ ശ്രദ്ധ ഒന്നുകൂടി ക്ഷണിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ കൂടെ തൊട്ടടുത്ത കസേലയിലിരുന്ന് അത് കേട്ട ഒരു മനുഷ്യൻ, നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ജോലി ചെയ്തൊരു മനുഷ്യൻ, നിങ്ങളെ കൂടെ ഒന്നായി തൊഴിലെടുത്തൊരു തൊഴിലാളി, നിങ്ങളെ കൂടെ കൃഷിയിടങ്ങളിൽ അതാ കൃഷി ഇറക്കിയ ഒരു കർഷകൻ, നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ കൂടെ പഠിച്ച മറ്റൊരു വ്യക്തി, അങ്ങനെ നിങ്ങളെ കൂട്ടുജീവിതത്തിൽ നിങ്ങൾ ബന്ധപ്പെട്ട പലരും, ആളുകളൊക്കെ ചെയ്തു പോയ തെറ്റിന് റബ്ബിനോട് തൗബ ചെയ്ത് മാപ്പ് പറഞ്ഞ് അതൊക്കെ പൊറുപ്പിച്ചിട്ട് അവരതാ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അവരെ സന്തോഷം പറയണോ? അനഫറത്തുക്കും മിൻദൽ ഹൗദി, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാക്കല്ലേ, ഞാൻ നിങ്ങളെ കാത്ത് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഇങ്ങനെ കാത്തിരിപ്പുണ്ടാകും. അതൊരു വല്ലാത്ത സന്തോഷമുള്ള വാക്ക് തന്നെയല്ലേ? കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നതിന് ശേഷം, എല്ലാ താക്കീതും ചെയ്തതിന് ശേഷം, എല്ലാം നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം, അതൊരു സാധാരണ നേതാവല്ലല്ലോ. അവിടുന്ന് പഠിപ്പിക്കാൻ
ഒന്നുമില്ല. നിങ്ങൾ തിരിവിളക്ക് കത്തിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് തിരിവിളക്ക് നിങ്ങൾ ഊതിയിട്ടല്ലാതെ അഥവാ അത് കെടുത്തിയിട്ടല്ലാതെ നിങ്ങൾ അണച്ചിട്ടല്ലാതെ കിടന്നുറങ്ങരുത്. നിങ്ങളെ വീട്ടിന് അതാ ഈ തിരിവിളക്ക് ചുണ്ടലികൾ കടിച്ചു കൊണ്ടുപോയി നിങ്ങളെ വീട് നശിപ്പിച്ച് നിങ്ങളടക്കം കത്തിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലുള്ള ഗ്യാസിന്റെ അടുപ്പുകൾ അത് ശരിക്കും ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലാതെ ഉറങ്ങിക്കിടക്കാൻ പാടില്ലെന്ന് ഇന്നുള്ള ജനങ്ങളെ വരെ അതിലൂടെ പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി.